തൃത്താല നിയോജക മണ്ഡലത്തിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലും താലൂക്കുകളിലും പൈലറ്റ് അടിസ്ഥാനത്തിൽ 1-2 വില്ലേജുകളിൽ മാത്രമാണ് ഈ ഡിജിറ്റൽ സർവേ നടന്നത് എങ്കിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളിലും ഒറ്റയടിക്ക് ഇത് നടപ്പാക്കിയത് കാരണം വ്യാപകമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ പ്രദേശത്ത് പ്രത്യേകമായി നിലനിൽക്കുകയാണ്. ഞാനിതിന്റെ വിശദാംശങ്ങൾ ഈ മീറ്റിംഗിന്റെ ഇടയിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറുമായിട്ട് വിശദമായി സംസാരിച്ചു. അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹം സർവേ ഡയറക്ടറുമായി ഒരു മീറ്റിംഗ് ചേർന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ വിശദമായിട്ടുള്ള മീറ്റിംഗ് ചേരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3-4 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്ത 2 വില്ലേജുകൾ, അതായത് ചാലിശ്ശേരിയും പരുതൂരും, അത് തൽക്കാലത്തേക്ക് ഇതിന്റെ കൺഫ്യൂഷൻ ഒഴിവാവുന്നത് വരെ തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രം നമുക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിച്ചാൽ മതിയാവും. അതോടൊപ്പം കൂടുതൽ സർവേയർമാരെ ഈ പറയുന്ന മറ്റ് വില്ലേജുകളിലേക്ക് നിയോഗിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ പെൻഡിംഗ് ഉള്ള അപേക്ഷകൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ സർക്കാരിന് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം. ഓരോ വില്ലേജുകളിലും 500ഓളം പരാതികൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു 10 സർവേയർമാരെ വീതം ഈ ഓരോ വില്ലേജുകളിലേക്ക് നിയോഗിച്ചാൽ പോലും ഒരുപക്ഷെ ഒരു മാസമെങ്കിലും എടുക്കും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അപ്പൊ അത്രയും വലിയ ഒരു ഹ്യൂജ് ബാക്ക്ലോഗാണ് ഇതിൽ നിലനിൽക്കുന്നത്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം സർവേ ജോലിയിൽ ഏർപ്പെട്ട ജീവനക്കാർക്ക് കഴിഞ്ഞ മാർച്ച് മാസം 15-ന് ശേഷം ശമ്പളം പോലും നൽകാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അതും ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ കുടിശ്ശികയായിട്ടുള്ള ശമ്പളം കൊടുത്തു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഏതാണ്ട് 2-2.5 കോടി അതിന് വേണ്ടി വരും. അത് പ്രത്യേകമായിട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയി 300 രൂപ വീതം ഫീസ് അക്ഷയയിൽ അടയ്ക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദുരിതം ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അക്കാര്യത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകാൻ സാധിക്കുമോ എന്ന് ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു നിശ്ചിതമായിട്ടുള്ള തുകയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. അതിൽ പലതരത്തിലുള്ള സാങ്കേതികതകൾ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം ചെറിയ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനുള്ള അധികാരം വിഒമാർക്ക് നൽകുക. അതിന് അക്ഷയ വഴി ഒരുപാട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവാതെ നേരിട്ട് തന്നെ വില്ലേജ് ഓഫീസുകളിൽ ചെന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പേരിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാരം വില്ലേജ് ഓഫീസർമാർക്ക് നൽകണമെന്നുള്ള അത്തരം കുറേ നിർദ്ദേശങ്ങളാണ് ഇത് പ്രായോഗികമായി പരിഹരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ. അത് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിന്റെ ഫോളോ അപ്പ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും ഇപ്പോൾ പെൻഡൻസി ഉള്ള പരാതികൾ പരിഹരിക്കാൻ വേണ്ടി തന്നെ ഏതാണ്ട് ഒരു മാസത്തിലേറെ സമയം വേണ്ടിവരുമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഇതുണ്ടാവുന്നത്. ഇത്തരം ഒരു വലിയ പ്രശ്നം ഇവിടെ തൃത്താലയിൽ ഉണ്ടായത് എല്ലാം ഒറ്റയടിക്ക് നടപ്പാക്കിയതുകൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ പരിഹാരത്തിലേക്കാണ് നമ്മൾ പരമാവധി ഊർജിതമായി കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.